രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മസാല ദോശ ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ജിറ്റോ പൂരിയും പിന്നെ കറി എന്തായാലും ജിറ്റോ മഷ്റൂം കൂടെയാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. സാധാരണ രീതിയിലുള്ള റേറ്റ് തന്നെ ഉള്ളൂ. ഫുഡ് അടിപൊളി കേട്ടോ, രക്ഷയില്ല, നല്ല ടേസ്റ്റ്. മസാല ദോശയായിരുന്നു ആദ്യം പറഞ്ഞത്, ഇപ്പോൾ ഒരു പ്ലെയിൻ ദോശയും കൂടി വാങ്ങി. കറിയാണെങ്കിലും മസാലയാണെങ്കിലും മസാല ദോശയാണെങ്കിലും സെറ്റാണ്. ഇനി ഒന്ന് പോയിട്ട് കുളിച്ചൊന്ന് ഫ്രഷ് ആവണം. ഭയങ്കര ക്ഷീണം, അതിൻ്റെ പുറത്തിറങ്ങുന്നു. ഇനിയുള്ള വ്ളോഗുകൾ ഗോവയിൽ വെച്ചായിരിക്കും. 3 ദിവസം നമ്മളിവിടെ ഗോവയിലാണ്. അപ്പോൾ എല്ലാവരും കാണുക, പരമാവധി ഷെയർ ചെയ്യുക. ഗോവയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടേ പോകുള്ളൂ. ഇത് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി അതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റൂമിലെത്തി. ഇതാണ് നമ്മൾ ഓയിൽ ബുക്ക് ചെയ്തത്. 594 രൂപയാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി വെക്കാം, എന്താ അവസ്ഥ എന്ന്. ഓക്കെ. നമുക്ക് ഒരു ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ റൂമിൻ്റെ നേരെ ഇപ്പുറത്ത് തന്നെ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ നേരിട്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. സ്വിമ്മിംഗ് പൂള് സെറ്റായ സ്വിമ്മിംഗ് പൂളാണ്. ഈ റേറ്റിന് ഗോവയിൽ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള റൂം കിട്ടിയത് ഞങ്ങൾക്ക് നല്ലൊരു ഫസ്റ്റ് ബുക്കിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ റേറ്റ് കുറഞ്ഞ് കിട്ടിയത്. 2 നില വീടാണ്. ഇപ്പോൾ മേലെ റൂമുണ്ട്, താഴെ റൂമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മേലത്തെ റൂമിൽ നമുക്ക് താമസിച്ച് കഴിഞ്ഞാൽ നേരിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ദിവസം മൊത്തം നമ്മളിവിടെ ഉണ്ടാവും. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ചാടാം. ഇപ്പം നല്ല വെയിലാണ്. നമുക്ക് മേലത്തെ റൂമിലും കൂടി പോയി നോക്കാം. ഇവിടെ മേലെയും താഴെ റൂമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഡ്ഗോന്ന് മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 13 കിലോമീറ്റർ മാത്രമല്ലത്. നമ്മൾ 350 രൂപയും കൊടുത്തിട്ട് സ്കൂട്ടി വാടക എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങളാണെങ്കിൽ 200 രൂപക്ക് വണ്ടി, 200 രൂപക്ക് എണ്ണ അടിച്ചിട്ട് ഫുൾ ടാങ്ക് ആവുകയും ചെയ്തു. എണ്ണ തിരിച്ചിട്ട് ഞങ്ങൾ കുറേ
അപ്പോൾ നമ്മൾ ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി, എല്ലാം സെറ്റായി. ചെറിയൊരു ഉറക്കം, ഒരു മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. നമുക്ക് പൂളിലേക്ക് ചാടാം. അടിപൊളിയായിരിക്കില്ലേ? ഇവിടുത്തെ പൂൾ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാതിലിങ്ങനെ മടക്കി വെക്കുക, ഇങ്ങനെ കയറ്റി ഇങ്ങനെ തുറന്ന് കാണുന്നത് പൂളാണ് കേട്ടോ. ഇനി നമ്മള് പൂളിലേക്ക് ഇറങ്ങുവാണ്. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പൂളൊക്കെ ഉള്ള റൂം എടുക്കണം എന്നുള്ളത്. നമുക്ക് ചെറിയ റേറ്റിന് തന്നെ പൂളൊക്കെ ഉള്ളത് കിട്ടി. സെറ്റാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്, സെറ്റാണ്. മുങ്ങി $600 രൂപ റൗണ്ടാക്കി പറയാം. 600 രൂപക്ക് സ്വിമ്മിംഗ് പൂൾ വിത്ത് AC. കിറ്റ്കാറ്റ് വില്ല സൂപ്പറാണ് കേട്ടോ. നല്ല വെള്ളമാണ്. രണ്ടര 3 മണിക്കൂറായി വെള്ളത്തിൽ നിന്ന് കളിക്കുന്നത്. അയ്യോ, തലവേദന കണ്ണുവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് കയറുന്ന പിന്നെ ഇവിടുന്ന് കുളിക്കാനുള്ള ഇവിടെ നിന്ന് തന്നെ സോപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുളിക്കാൻ പറ്റും. ഗേൾസിനാണെങ്കിൽ അവിടെ ഒരു റൂമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി കുളിക്കാൻ പറ്റും. സംഭവം ഫുൾ സെറ്റപ്പാണ്. 190. അപ്പോൾ പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി നമ്മളൊന്ന് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ പിന്നെ ഇവർ പറഞ്ഞേക്കുന്ന ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഫുഡ് ശരിക്കും നമ്മൾ 594 രൂപക്ക് ഫുഡൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവർ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിച്ചോന്നാണ് പറഞ്ഞത്. കഴിച്ചിട്ട് ഇവിടുത്തെ ടേസ്റ്റ് നോക്കുന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. അപ്പോൾ ഇവര് നമുക്ക് ഫുഡ് തന്നിരിക്കുകയാണ്. റൈസിൻ്റെ കൂടി പിന്നെ ചെറിയ ഇതിൻ്റെ പേരെന്താ, പയറും പിന്നെ ബിരിയാണി റൈസ് പോലത്തെ ഒരു റൈസുമാണ് തന്നേക്കുന്നത്, ബസ്മതി റൈസ്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് എന്താ അഭിപ്രായം പറയാം. ഇന്ന് ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര സീനാണ്, ഉറങ്ങാണ്ട് രക്ഷയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ അധികം ഇന്ന് നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, കിടന്നുറങ്ങാൻ തന്നെയാണ് തീരുമാനം. ഇവർ കുടിക്കാൻ ഒരു ഡ്രിങ്ക്സും കൂടി കൊണ്ടു തന്നിട്ടുണ്ട്. മോര് പഞ്ചാബ് സിമ്പിൻ്റെ ബട്ടർ മിൽക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇടങ്ങാറാണ്. കാരണം പ്രോപ്പർ ടൗണല്ല വരുന്നത്. നമ്മൾ 2 ബൈക്ക് 13 കിലോമീറ്റർ ഉണ്ട് വരാൻ വേണ്ടിയിട്ട്. അടുത്ത് തന്നെ ഹോട്ടല്, ATM, പെട്രോൾ പമ്പ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേങ്കിൽ എന്നാലും നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഇടങ്ങാറാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സൊമാറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ വരാൻ ടൈം എടുക്കും. നോർത്ത് ഗോവയിലേക്കാണ് നാളെ നമ്മൾ പോകുന്നത്. നോർത്ത് ഗോവയിൽ പിന്നെ സീ റൈഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോവയിലേക്ക് നമ്മൾ മെയിൻ നോക്കാൻ കാരണം സീ റൈഡ്സ് ആണ്. അപ്പോൾ സീ റൈഡ്സിൽ സ്പോർട്സ് റൈഡ് എന്നാൽ വാട്ടർ സ്പോർട്സ് റൈഡ്സ് എന്നാണ് പേര്. ഒന്നൊന്നുമില്ല, കടലിലുള്ള കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു.
കുറച്ച് നേരം ഒന്ന് TV കണ്ടിരുന്നിട്ട് പോയി കിടന്നുറങ്ങണം. ഇവിടുത്തെ ചേട്ടനും ചേച്ചിയും കൂടി ചെസ്സ് കളിക്കുക, അല്ല ക്യാരംസ് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ല രീതിയിൽ തന്നെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഇതാണ്. ബാച്ചിലേഴ്സ് വന്നാലും അല്ലെങ്കിൽ പിന്നെ കപ്പിൾസ് ആണെങ്കിൽ ഹണിമൂൺ ട്രിപ്പൊക്കെ ആണെങ്കിൽ എന്താ പറയുക, പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു പിന്നെ ഇത് തന്നെയായിരിക്കും. കിറ്റ്കാറ്റും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സ്വിമ്മിംഗ് പൂള് ആയാലും പിന്നെ മറ്റ് ഇവരുടെ സർവീസ് കാര്യങ്ങളൊക്കെ ആയാലും 594 രൂപക്ക് നമുക്ക് ഈ വില്ല കിട്ടുമെന്ന് പറഞ്ഞാൽ മഹാലാഭമാണ്. ഇത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം മുന്നേ ഓയോയിൽ ബുക്ക് ചെയ്യാം. കാരണം ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ 1000, 2000, 3000 ആ റേറ്റാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ജോലിയിൽ പിന്നെ ലീവ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്തിനായിരുന്നു, ഇന്ന സ്ഥലത്തൊക്കെ പോകണം. അപ്പോൾ റൂം കാര്യങ്ങൾ, വണ്ടി റെൻ്റ് എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിനായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊരു നേരത്തെ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു 3 വീക്ക് അല്ല 2 വീക്ക് മുന്നേ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബുക്ക് ഓയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് ബുക്കിങ്ങിൽ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് 35% ഓഫാണ്. പിന്നെ ഇവരെ കിറ്റ്കാറ്റ് വില്ലേൻ്റെ വേറെന്തോ ഒരു ഓഫും കൂടിയുണ്ട്. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ 4000, 3000 രൂപ വരുന്ന ഇത് ഞങ്ങൾക്ക് ഒരു മാസം മുന്നേ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇത്ര ഇത് വരുന്നത്. പിന്നെ ഫസ്റ്റ് ബുക്കിങ്ങിൻ്റെ 35% ഓഫ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പിന്നെ സൗകര്യമുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ആദ്യമായിട്ട് ഓയിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എമൗണ്ട് ഇവിടെ വന്നിട്ട് കൊടുത്താൽ മതി. രണ്ടാമത് മുതലാണ് നമ്മൾ പേ ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഗോവയിലേക്ക് വരുമ്പോൾ ആധാർ കാർഡ്, ID കാർഡ്, പിന്നെ ലൈസൻസ് നിർബന്ധമാണ്. വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ ആധാർ കാർഡ് അവിടെ കൊടുത്തിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൊത്തം വീഡിയോ നമ്മൾ കറങ്ങി വണ്ടിയിൽ വീഡിയോ എടുത്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കുഴപ്പമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് എടുക്കണം. ഞങ്ങളോട് സ്ക്രാച്ചൊന്നും ഇല്ല, പുതിയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ പുലർച്ചെയാണ് വണ്ടി എടുക്കുന്നത്. ഞങ്ങളൊന്ന് വെറുതെ കറങ്ങി വെക്കുമ്പോൾ വണ്ടിയിൽ മൊത്തം സ്ക്രാച്ചാണ്. അത് മൊത്തം നമ്മൾ വീഡിയോ എടുത്ത് അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. ഇപ്പോഴത്തെ ഓട്ടോക്കാർ അങ്ങനത്തെ ആൾക്കാർ പിന്നെ രാത്രി ഞങ്ങൾ 2 മണിക്കാണ് എത്തിയത്. ആ ടൈമിൽ ഞങ്ങളെ കുറേ പേര് സഹായിച്ചിട്ടുണ്ട്, റൂട്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ. നമുക്ക് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാം. നാളെ നമ്മൾ സീ റൈഡിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നൈ എക്സ്പ്രസ് ഷൂട്ട് ചെയ്ത സ്ഥലത്തും കൂടി പോകണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ ഗോവ എയർപോർട്ടിലേക്ക് പോകുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങൾ ഫ്ലൈറ്റാണെങ്കിൽ ബുക്കും ചെയ്തു പോയി. അപ്പോൾ കുറച്ചൊരു ഇതുണ്ട്. അത് മാത്രമാണ് നമ്മളെ കുറച്ചൊരു എക്സ്പെൻസീവ് കൂടുതൽ വരുന്നത്. വേറെ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തതനുസരിച്ച് എക്സ്പെൻസീവ് ഇല്ല. കൂടി ഇപ്പോൾ 500 രൂപ, 1000 രൂപ അതിൻ്റെ മേലേക്കൊന്നും വരുന്നില്ല. ഇപ്പോൾ ടാക്സി വിളിക്കുമ്പോൾ നല്ല പൈസയാണ്. ഇവിടെ വന്നിട്ട് ഒരിക്കലും ഓട്ടോ വിളിക്കാൻ നിൽക്കരുത് കേട്ടോ, കൊന്നു കൈ തരും അവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഓഫ്.